ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ഈ ഒരാഴ്ച കാലം ദൈവസന്നിധിയിലായിരുന്നു വചനം കേൾക്കുവാനായിട്ട് അനുഗ്രഹിച്ച് പലവിധത്തിലുള്ള ദൈവിക കൃപാവരങ്ങളും നമ്മിലേക്ക് ഒഴുക്കിയിട്ടുണ്ട്. തീത്തോസിൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്: സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷകനായി ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ആ രക്ഷയുടെ ഒരു വലിയ അനുഭവമാണ് ഈ ഒരാഴ്ച കാലം നമ്മളെല്ലാവരും സ്വീകരിച്ചത്, പലതരത്തിലുള്ള ശുശ്രൂഷകളിലൂടെ. അപ്പോൾ പ്രത്യേകമായിട്ട് കർത്താവിന് നന്ദി പറയാം, അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഈ ആഴ്ച നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. അതേപോലെ തന്നെ അടുത്ത ആഴ്ച നടക്കുന്ന ധ്യാനത്തിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കലൊരു സഹോദരൻ വന്ന് എന്നോട് പറഞ്ഞു, ധ്യാനം കഴിഞ്ഞപ്പോഴാണ് അത് എന്നോട് പറഞ്ഞു, എനിക്ക് ഇവിടെ കുറച്ച് നാൾ നിന്നാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് കാരണം? അത് ഒത്തിരി കടബാധ്യതയുണ്ടാച്ചാ, കടക്കാർ വീട്ടിൽ വന്ന് ശല്യപ്പെടുത്തുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എങ്ങനെ കടം വീട്ടാം എന്ന് ചോദ്യം അവിടെ കിടക്കട്ടെ. അത് കുറേ നാളായല്ലോ ചോദിക്കാൻ തുടങ്ങിയിട്ട്, അങ്ങനെ വല്ല പ്രയോജനമുണ്ടോ? അതുകൊണ്ട് ഈ ചോദ്യം ഒന്ന് മാറ്റിക്കളാം, എനിക്കങ്ങനെ സ്നേഹത്തിൽ വളരാൻ കഴിയും. ആ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളിയുടെ മനസ്സിലേക്ക് ആദ്യം കയറി വന്നത് തൻ്റെ ഭാര്യയുടെ മുഖമാണ്. അയാൾക്ക് മനസ്സിലായി, ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ ബന്ധമാണ് എൻ്റെ ഭാര്യ. അപ്പം ഈ ബന്ധം പൊട്ടിക്കിടക്കുക ഒരു വിധത്തിൽ പറഞ്ഞാൽ. അതുകൊണ്ട് ഇതാണ് ആദ്യം നന്നാക്കേണ്ടത്. പുള്ളി നേരെ വീട്ടിലേക്ക് പോയി അടുത്ത ധ്യാനത്തിന് ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. രണ്ടുപേരും കൂടെ ധ്യാനത്തിൽ പങ്കെടുത്തു. ധ്യാനം കഴിഞ്ഞപ്പോൾ ഇയാൾ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ നിന്നോട് പറയാനുണ്ട്. വിവാഹം കഴിഞ്ഞ നാൾ മുതലുള്ള എല്ലാ ഇയാളുടെ ബിസിനസ് ഇടപാടുകളും ഭാര്യയോടങ്ങ് തുറന്നു പറഞ്ഞു. ഇയാളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭാര്യ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ ഇന്ന് വരെ തോന്നാത്തവണ്ണം നിങ്ങളോട് വലിയ സ്നേഹം തോന്നുന്നു എന്ന്. ഇതങ്ങ് കേട്ട ഉടനെ പുള്ളി പൊട്ടിക്കരഞ്ഞു. ഇപ്പോഴാണ് പുള്ളിക്കാരൻ മനസ്സിലാക്കിയത്, എൻ്റെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ ചേർന്ന ഒരു ഇണയെയാണ് ദൈവം എനിക്ക് തന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും അതിന് തയ്യാറായിട്ടില്ലായിരുന്നു. ഏതായാലും അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് വീട്ടിലേക്ക് പോയത്. പിന്നീട് അദ്ദേഹം വന്ന് പറയുകയാണ്, അന്ന് മുതൽ ദൈവം അവരുടെ കടബാധ്യതയുടെ മേൽ അത്ഭുതകരമായി ഇടപെടാൻ തുടങ്ങി. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും ഗലീലിലൂടെ കടന്നുപോയി. ഇക്കാര്യം ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു. കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ വധിക്കുകയും ചെയ്യും. അവൻ വധിക്കപ്പെട്ട് 3 ദിവസം കഴിയുമ്പോൾ ഉയിർത്തെഴുന്നേൽക്കും.
ഈശോ തൊട്ടവര്, യേശുവിനെ തൊട്ടവര്, അവരെല്ലാവരും അന്ന് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന അവസ്ഥകള്, മനോഭാവങ്ങള്, സ്വഭാവം, അങ്ങനെ ഈശോ തൊട്ടവരും ഈശോയെ തൊട്ടവരും അവരെല്ലാം തങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കപ്പെട്ട ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞവരാണ്. നമ്മൾ ഈ അൾത്താരയിൽ ബലിയർപ്പിക്കുമ്പോൾ സുവിശേഷം പരിചയപ്പെടുന്ന 2 പേരെ ഈ അൾത്താരയുടെ മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കണം. ഒന്ന്, ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 43 മുതലുള്ള തിരുവചനങ്ങളിൽ ആ സുവിശേഷത്തിൽ പറയുന്ന സ്ത്രീയുടെ പ്രത്യേകത, അവള് 12 വർഷമായിട്ട് രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ സാധിക്കാത്ത ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടു. യേശുവിന് ശക്തി അവളിലേക്ക് ഒഴുകി. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യേശുവിനെ തൊട്ടവള്, യേശു തൊട്ടവള്, ആർക്കും സുഖപ്പെടുത്താൻ സാധിക്കാത്ത രോഗാവസ്ഥയിലായിരുന്ന അവള് യേശുവിനെ തൊട്ടപ്പോൾ, യേശു അവളെ തൊട്ടപ്പോൾ വൈദ്യശാസ്ത്രത്തിന് സുഖപ്പെടുത്താൻ സാധിക്കാത്ത, നാളുകളായിട്ട് രോഗാവസ്ഥയിലായിരുന്ന അവൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-17 തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 8 വേഴ്സ് 16 and 17. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-17 തിരുവചനം. ബൈബിൾ തുറക്കണം, എന്നിട്ട് ആ വചനം കണ്ടുപിടിക്കണം. വചനം തുറക്കണം, ബൈബിൾ തുറക്കണം, എന്നിട്ട് വചനം കണ്ടുപിടിച്ച് ആ വചനം ഒച്ചത്തിൽ പ്രാർത്ഥിക്കണം. ഈ വചനം വായിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാവോ? നമ്മൾ ഇതേ ഇങ്ങോട്ട് നോക്കിക്കേ, കുമ്പസാരം വരെ നമ്മൾ ഈശോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ശ്രദ്ധിച്ചോ? കുമ്പസാരം വരെ നമ്മൾ ഈശോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞായറാഴ്ച വന്നപ്പോൾ തൊട്ട് നമ്മൾ ഈശോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈശോയെ, എൻ്റെ വീട്, എൻ്റെ കഷ്ടപ്പാട്, എൻ്റെ രോഗം, എൻ്റെ പീഡ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ദേ, കുമ്പസാരം കഴിഞ്ഞ ഈ നിമിഷം മുതൽ സംഭവിക്കുന്ന കാര്യം എന്നാണെന്നറിയാവോ? ഇനി ദേ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കാൻ പോകുന്നു. വ്യത്യാസം മനസ്സിലായോ? നിങ്ങൾ ഇവിടെ വന്ന് ഇന്ന് കുമ്പസാരം വരെ നമ്മൾ ഈശോയോട് പറഞ്ഞുകൊണ്ടിരുന്നു, അതാണ് പ്രാർത്ഥന. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം, ഇനി ഈ ധ്യാനത്തിൻ്റെ അടുത്ത സ്റ്റേജിലോട്ട് കയറി കഴിഞ്ഞു. ഇനി സംഭവിക്കുന്ന കാര്യം, ദൈവത്തിൻ്റെ ആത്മാവ് ഓരോരുത്തരോടും, ഓരോ വ്യക്തിയോടും വ്യക്തമായി സംസാരിക്കുന്ന സമയമാണ്. ഓരോ വ്യക്തിയോടും വ്യക്തമായി സംസാരിക്കും. അതാണ് വചനം വായിക്കുമ്പോൾ തന്നെ ഓരോ വ്യക്തിക്കും അത് അനുഭവിക്കാൻ സാധിക്കും. എൻ്റെ പേര് റിയ. ഞാൻ വരുന്നത് എറണാകുളത്തു നിന്നാണ്. ഞാൻ ഇവിടെ ഞായറാഴ്ച വന്നതാണ്. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. വന്നപ്പോഴത്തേക്കും ശാരീരികമായും മാനസികമായും ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമ്മൾ ആദ്യ ദിവസം മനസ്സിലാക്കി, ഈ ഹല്ലേലൂയ എന്നുള്ളത് എവിടുത്തെ സ്വരമാണ്, എവിടുത്തെ ശബ്ദമാണ്? ആ സ്വർഗത്തിൻ്റെ സ്വരമാണ്, സ്വർഗത്തിൻ്റെ ശബ്ദമാണ്. ഏത്? ഹല്ലേലൂയ എന്നുള്ളത്. ഇതിന് ശേഷം സ്വർഗത്തിൽ നിന്ന് വലിയ ജനക്കൂട്ടത്തിൻ്റേത് പോലുള്ള ശക്തമായൊരു സ്വരം ഞാൻ കേട്ടു. എന്തായിരുന്നത്? ശക്തമായ സ്വരമാണ് കേട്ടത്. എന്തായിരുന്നു? ഹല്ലേലൂയ. എൻ്റെ പേര് മേരിദാസൻ. ഞാൻ കൊല്ലം കുണ്ടറയിൽ നിന്ന് വരുന്നു. മാനസിക വിഷമങ്ങൾക്കൊരു ശാന്തി കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. നല്ല അനുഭവമാണ് എനിക്കുള്ളത്.
അതായത് പ്രിയപ്പെട്ടവരെ, നമ്മൾ വെറും ഈ ശരീരത്തിന് വേണ്ടി അല്ല ജീവിക്കേണ്ടത്. അതാണല്ലോ ഓരോ മനുഷ്യൻ എന്നാ അവൻ ഇപ്രകാരം ചിന്തിച്ചു, ഞാൻ അധ്വാനിച്ച് എനിക്കെല്ലാം കിട്ടി, സകലതുകൊണ്ട് ഒരു കുഴപ്പമില്ല, എൻ്റെ കളപ്പുര ഞാൻ പൊളിച്ചു പണിയും, എൻ്റെ ഗ്രാനറി പൊളിച്ചു പണിയും, വലുതോർണം ഉണ്ടാക്കും, എന്നിട്ട് ധാന്യം മുഴുവനും അതിൽ ഞാൻ ശേഖരിക്കും. എന്നിട്ട് എന്തു ചെയ്യും? ഞാൻ പറയും, എൻ്റെ ആത്മാവേ നീ തിന്നു കുടിച്ച് ആനന്ദിക്ക് എന്ന് പറയും. അനേക വർഷങ്ങളിലേക്കുള്ളത് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. അതാണല്ലോ സംഭവിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ ഓട്ടം, അനേക വർഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടമാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലുള്ളത് വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ്, മണിക്കൂറുകളാണ് എന്ന് ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അനേക വർഷങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. നിത്യജീവന് വേണ്ടി ആരെങ്കിലും ഓടുന്നുണ്ടോ? എൻ്റെ പേര് സോന, ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ധ്യാനം കൂടിയിട്ട് നല്ല കൃപ ലഭിച്ചു, അതുപോലെ തന്നെ ഒരുപാട് അഭിഷേകം ലഭിച്ചു. ധാരാളമായിട്ട് പ്രാർത്ഥിക്കുവാനും ഒരുപാട് സന്തോഷത്തോടു കൂടിയും മനസ്സിന് നല്ല ഉത്സാഹമൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. കടും ചുമപ്പായ പാപങ്ങൾ പോലും അത്രയൊന്നും നമുക്കുണ്ടാവില്ല. എന്നാലും അത് പഞ്ഞി പോലെ വെളുപ്പിച്ച് കിട്ടി വെള്ളിയാഴ്ച ഇങ്ങനെ ടിനോപാല് മുക്കി നിങ്ങളെ വിടുന്ന ധ്യാന കേന്ദ്രത്തിന്റെ പേരാണ് ഡിവൈൻ ധ്യാന കേന്ദ്രം. അവിടെയാണ് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത്. കൈയടിക്കാൻ തോന്നണവരൊന്ന് കൈയടിക്കുക. കടും ചുമപ്പിനെ പഞ്ഞി പോലെ തൂവെള്ളയാക്കുന്ന പരിണാമത്തിന്റെ വിജ്ഞാനവും, പല സ്ഥലത്തുണ്ട് ആ വിജ്ഞാനം, അതിൻ്റെ വിശുദ്ധി, ഇത് രണ്ടും ഒരുമിച്ച് കിട്ടുന്ന ലോകത്തിലെ ഏക ധ്യാന കേന്ദ്രത്തിൻ്റെ പേരാണ് ഡിവൈൻ ധ്യാന കേന്ദ്രം. 1.25 കോടി ആളുകൾ കഴിഞ്ഞ ആഴ്ച വരെ കൂടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ നമ്പറും കൂടി കൂട്ടുമ്പോൾ അടുത്ത ആഴ്ച അത് അനൗൺസ് ചെയ്യാം. അതിൽ എന്നെ വിളിച്ചല്ലോ കർത്താവേ എന്ന് കർത്താവിനോടൊരു നന്ദി പറയാൻ കൊതിക്കുന്നവർ ഒന്ന് കരം ഉയർത്തി അടിക്കുന്നോണ്ട് കുഴപ്പമുണ്ടാ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങള് ഇവിടെ പലതവണയായിട്ട് ധ്യാനം കൂടിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു, ജോസും കൊച്ചുറാണിയും. ഞങ്ങളുടെ മകൻ മാത്യു ഇംഗ്ലീഷ് സെക്ഷനിൽ ഇപ്പം ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ അനുഭവത്തെ പറ്റി പറയുകയാണെങ്കിൽ വാക്കുകളില്ല, വാക്കുകൾക്ക് ഒരുപാട് മീതെയാണ്. അനേകായിരം ലക്ഷങ്ങൾ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിച്ചു കൊണ്ടുപോകുന്ന ഈ സ്ഥലം, അതിനായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ വൈദികര്, അൽമായ സേവനം ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ, എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നമ്മൾ വിചാരിച്ചത് ബേത്ലഹേമിൽ യേശു ജനിച്ചിടത്തായിരിക്കുമെന്ന്. ഇല്ല, അതിനടുത്തുള്ള വയലിൽ ആട്ടിടയന്മാരുടെ അടുത്ത് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം അവരിൽ പ്രകാശിച്ചു. അവരുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടത് കർത്താവല്ല, പിന്നെ ആരെയാണ്? കർത്താവിൻ്റെ ദൂതനാണ്. പക്ഷേ അവരിൽ കർത്താവിൻ്റെ മഹത്വം പ്രകടമായി. യേശുവിന്റെ ആത്മാവേ ഞങ്ങളിൽ ജ്വലിക്കണമേ, ഞങ്ങളിൽ ജ്വലിക്കണമേ, ഞങ്ങളിൽ ജ്വലിക്കണമേ, ഞങ്ങളിൽ ജ്വലിക്കണമേ. കാൽവരി മലയിൽ, കാൽവരി മലയിൽ അങ്ങ് ചിന്തിയ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും തിരുരക്തത്താൽ കഴുകണമേ. എൻ്റെ പേര് ജൂഡ്.
വൈപ്പിൻ കൊച്ചമ്പലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. വളരെ മാനസികമായ ഒരു പ്രയാസത്തിലാണ് ഞാൻ ഇവിടെ വന്ന് പെട്ടത്. അപ്പോൾ എന്തിന്നില്ലാത്തൊരു സന്തോഷവും സമാധാനവും സ്വസ്ഥതയും എല്ലാം ദൈവം തന്ന് സഹായിച്ചു. എനിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട്. ദൈവത്തിന് 1000 നന്ദി. ദൈവമേ നന്ദി. മക്കളെ പഠിപ്പിക്കണം. എന്തിനാ മക്കളെ പഠിപ്പിക്കുന്നത്? അത് തലമുറയിലേക്ക് വചനം സൂക്ഷിക്കാനാണ്. മക്കളുടെ കയ്യിൽ വചനം പകർന്നു കൊടുത്താലാണ്. നമ്മുടെ മക്കൾക്ക് വചനം കൊടുക്കേണ്ട ഡ്യൂട്ടി ആർക്കാ? നമ്മക്കാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ വചനം പറഞ്ഞു കൊടുത്താൽ അവരാ വചനത്തിൽ ജീവിക്കും. രണ്ടാമത്, അടയാളമായി കയ്യിൽ കെട്ടുക, പട്ടമായി നെറ്റിത്തടത്തിൽ ധരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കേട്ട വചനമനുസരിച്ച് ജീവിക്കുക. യാക്കോബ് ശ്ലീഹ എഴുതി 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. എൻ്റെ പേര് സിസ്റ്റർ ഷർമിള, മദർ തെരേസാസ് കോൺവെന്റ് ഫ്രം റാഞ്ചി, Jharkhand. I came for home visit because of my golden jubilee of my Pradavaktanam. My house is in Ollur parish, Mary Mata Church. Long time I did not come here, so I came for a little relax and to have God's presence and experience. So I am relaxing myself in the presence of Jesus. അനന്തമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു. ആകയാൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം ശാശ്വതമാണ്, പിൻവലിക്കപ്പെടാത്തതാണ്. ദൈവം അനന്ത സ്നേഹത്താൽ നമുക്ക് വേണ്ടി ഒരു ഡിവൈൻ ധ്യാന ശുശ്രൂഷയും ധ്യാന കേന്ദ്രത്തെയും നൽകി. 7 ഭാഷകളിലുള്ള ധ്യാനം അരങ്ങേറുവാൻ ദൈവം കൃപയായി. കഴിഞ്ഞ 35 കൊല്ലമായി ഈ ധ്യാന ശുശ്രൂഷകളിലേക്ക് നല്ലവനായ ദൈവം 1000ങ്ങളെയും 10000ങ്ങളെയും ജനലക്ഷങ്ങളെയും കൂട്ടിക്കൊണ്ടുവരികയും അവരുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുകയും ചെയ്തു. അനേകര് യേശുവിൻ്റെ സാക്ഷികളായി മാറി. അത് എല്ലാ ധ്യാനങ്ങളിലും സംഭവിക്കുന്നതും ഈ കഴിഞ്ഞ ധ്യാനത്തിലും അനേകം പേര് സാക്ഷ്യം വഹിക്കുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ആകയാൽ ഈ വലിയ കാരുണ്യത്തിന്, പരിപാലനയ്ക്ക്, സംരക്ഷണത്തിന്, വചന ശുശ്രൂഷയ്ക്ക് നമുക്ക് നല്ലവനായ ദൈവത്തിന് നന്ദി പറയാം. ദൈവം തന്നെയാണ് ഇവിടെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം. അനേകര് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചും വ്യക്തികളെ കണ്ട് വിളിച്ചും ഒക്കെയാണ് ധ്യാനത്തിലേക്ക് ആൾ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പ്രസാദിച്ച് അവർക്ക് വചനം നൽകി അവരെ അനുഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 6:61. വചനം കേൾക്കുമ്പോൾ വിശുദ്ധീകരണം ലഭിക്കും, പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കും, ദൈവസ്നേഹാനുഭവം ലഭിക്കും, ആന്തരിക സൗഖ്യം ലഭിക്കും, നല്ല ഉറക്കമില്ലാത്തവർക്കൊക്കെ സുഖനിദ്ര ലഭിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ സൗജന്യദാനമാണ്. കൊടാനുകൂടി നന്ദി സ്തുതി നമുക്ക് അർപ്പിക്കാം. ദൈവമേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടിയും ധ്യാനത്തിൽ സംബന്ധിച്ച എല്ലാവർക്കും വേണ്ടിയും മധ്യസ്ഥം വഹിക്കണമേ. ഇനി വരാനുള്ളവരെ കൂട്ടിക്കൊണ്ടുവരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.